ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ക്ലാസ്സോടുകൂടി 10th പ്രിലിമിനറി എക്സാം സിലബസിലെ രണ്ടാമത്തെ മൊഡ്യൂള് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഈ ക്ലാസ്സിൽ നമ്മൾ രണ്ടാമത്തെ മൊഡ്യൂളിലെ ഇന്ത്യൻ വ്യവസായങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് ആരംഭിക്കാം. ആധുനിക ഇന്ത്യൻ വ്യവസായത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ജംഷഡ്ജി ടാറ്റ. ആധുനിക ഇന്ത്യൻ വ്യവസായത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ജംഷഡ്ജി ടാറ്റയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത വ്യവസായ നഗരം എന്നറിയപ്പെടുന്നത് ഏത് നഗരമാണ്? ജംഷഡ്പൂരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത വ്യവസായ നഗരം ജംഷഡ്പൂരാണ്. ഇന്ത്യയിലെ വ്യവസായ ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മയ്ക്കുള്ള അംഗീകാരം നൽകുന്ന സ്ഥാപനം ഏതാണ്? ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്. ഇന്ത്യയിലെ വ്യവസായ ഉൽപ്പന്നങ്ങൾക്കുള്ള ഗുണമേന്മയ്ക്കുള്ള അംഗീകാരം നൽകുന്ന സ്ഥാപനം BIS അഥവാ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ആണ്. ഇന്ത്യയുടെ ആദ്യ വ്യവസായ വകുപ്പ് മന്ത്രി ആരാണ്? ശ്യാമപ്രസാദ് മുഖർജി. ഇന്ത്യയുടെ ആദ്യ വ്യവസായ വകുപ്പ് മന്ത്രി ശ്യാമപ്രസാദ് മുഖർജിയാണ്. തുണി വ്യവസായം. ലോകത്തിൽ ആദ്യമായി പരുത്തി കൃഷി ചെയ്തത് സിന്ധു നദീതട നിവാസികളാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴയ വ്യവസായം ഏതാണ്? പരുത്തി വ്യവസായം. ഇന്ത്യയിലെ ഏറ്റവും പഴയ വ്യവസായം ഏതാണ്? പരുത്തി വ്യവസായമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക വ്യവസായം ഏതാണ്? പരുത്തി തുണി വ്യവസായം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക വ്യവസായം പരുത്തി തുണി വ്യവസായമാണ്. പരുത്തിയുടെ ജന്മദേശം ഏതാണ്? ഇന്ത്യ. പരുത്തിയുടെ ജന്മദേശം ഇന്ത്യയാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യയിൽ ആദ്യമായി തുണി വ്യവസായം ആരംഭിച്ചത് 1818 കൊൽക്കത്തയ്ക്കടുത്തുള്ള ഫോർട്ട് ഗ്ലോസ്റ്ററിലാണ്. ഇന്ത്യയിൽ ആദ്യമായി തുണി വ്യവസായം ആരംഭിച്ചത് എവിടെയാണ്? കൊൽക്കത്തയ്ക്കടുത്തുള്ള ഫോർട്ട് ഗ്ലോസ്റ്ററിൽ 1818 യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് എന്താണ്? പരുത്തിയാണ്. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയാണ്. ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് ചണവുമാണ്. യൂണിവേഴ്സൽ ഫൈബർ എന്താണ്? പരുത്തിയാണ്. ഗോൾഡൻ ഫൈബർ ചണവുമാണ്. ഇന്ത്യയിൽ ആധുനിക രീതിയിലുള്ള ആദ്യത്തെ തുണിമില്ല് സ്ഥാപിതമായത് എവിടെയാണ്? മുംബൈ. 1854 ഇന്ത്യയിൽ ആധുനിക രീതിയിലുള്ള ആദ്യത്തെ തുണിമില്ല് സ്ഥാപിതമായത് മുംബൈയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പരുത്തി തുണി ഉൽപ്പാദന കേന്ദ്രം ഏതാണ്? മുംബൈ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പരുത്തി തുണി ഉൽപ്പാദന കേന്ദ്രം മുംബൈയാണ്. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന നഗരം ഏതാണ്? മുംബൈ. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം മുംബൈ നഗരമാണ്. ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്നറിയപ്പെടുന്നത് മുംബൈ തുറമുഖമാണ്. ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്നറിയപ്പെടുന്നത് മുംബൈ തുറമുഖമാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? ഗുജറാത്തും മഹാരാഷ്ട്രയും. എന്നാൽ പരുത്തി ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്നത് ഗുജറാത്താണ്. അപ്പോൾ ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതിൽ കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്തുമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോട്ടൺ മില്ലുകളുള്ള സംസ്ഥാനം ചോദിച്ചാൽ അത് മഹാരാഷ്ട്രയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോട്ടൺ മില്ലുകളുള്ള സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. ഏറ്റവും കൂടുതൽ തുണിത്തരങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യയിലെ തുറമുഖം ഏതാണ്? കാണ്ടില തുറമുഖം. ഈ കാണ്ടില തുറമുഖത്തിൻ്റെ ഇപ്പോഴത്തെ പേരെന്താണ്? ദീൻ ദയാൽ തുറമുഖം എന്നാണ്. ഏറ്റവും കൂടുതൽ പരുത്തി കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യൻ തുറമുഖം മുംബൈ തുറമുഖമാണ്. വായ്പാ സൗകര്യം ഏറ്റവും കുറഞ്ഞ വ്യവസായം ഏതാണ്? തുണി വ്യവസായം. വായ്പാ സൗകര്യം ഏറ്റവും കുറഞ്ഞ വ്യവസായം തുണി വ്യവസായമാണ്. ഇന്ത്യയിലെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? അഹമ്മദാബാദ്. ഇന്ത്യയിലെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന സ്ഥലം അഹമ്മദാബാദാണ്. ദക്ഷിണേന്ത്യയിലെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് കോയമ്പത്തൂരാണ്. ദക്ഷിണേന്ത്യയിലെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് കോയമ്പത്തൂരാണ്. വടക്കേ ഇന്ത്യയിലെ മാഞ്ചസ്റ്റർ കാൺപൂരാണ്. വടക്കേ ഇന്ത്യയിലെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? കാൺപൂർ. ഇന്ത്യയിലെ നെയ്ത്ത് പട്ടണം എന്നറിയപ്പെടുന്നത് പാനിപ്പട്ടാണ്. ഇന്ത്യയുടെ നെയ്ത്ത് പട്ടണം എന്നറിയപ്പെടുന്നത് പാനിപ്പട്ടാണ്. ഡെനിം സിറ്റി ഓഫ് ഇന്ത്യ ഏതാണ്? അഹമ്മദാബാദ്.
ഡെനിം സിറ്റി എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ നഗരം അഹമ്മദാബാദാണ്. ലോകത്തിൽ ചണ ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യ. രണ്ടാം സ്ഥാനം ബംഗ്ലാദേശിനുമാണ്. ലോകത്തിൽ ചണം ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യം ഇന്ത്യയും രണ്ടാം സ്ഥാനം ബംഗ്ലാദേശിനുമാണ്. ചണം ഉൽപ്പാദനത്തിലും വ്യവസായത്തിലും മുന്നിൽ നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാൾ. ചണം ഉൽപ്പാദനത്തിലും വ്യവസായത്തിലും മുന്നിൽ നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണ മില്ലുകളുള്ള സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണ മില്ലുകളുള്ള സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. പശ്ചിമ ബംഗാളിലെ ഹൂഗ്ലി നദീതീരത്ത് കേന്ദ്രീകരിച്ചിരിക്കുന്ന പ്രധാന വ്യവസായം ഏതാണ്? ചണ വ്യവസായം. പശ്ചിമ ബംഗാളിലെ ഹൂഗ്ലി നദീതീരത്ത് കേന്ദ്രീകരിച്ചിരിക്കുന്ന പ്രധാന വ്യവസായം ചണ വ്യവസായമാണ്. സുവർണ്ണ നാര് അഥവാ ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് ചണമാണ്. സുവർണ്ണ നാര് അഥവാ ഗോൾഡൻ ഫൈബർ എന്ന പേരിൽ അറിയപ്പെടുന്നത് ചണമാണ്. ഇന്ത്യയിൽ ആദ്യ ചണമിൽ ആരംഭിച്ചത് എവിടെയാണ്? കൊൽക്കത്തയ്ക്കടുത്ത് റിഷ്റയിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ ചണമില്ല് ആരംഭിച്ചത്. ഏത് വർഷമാണ്? 1855. 1855 കൊൽക്കത്തയ്ക്കടുത്തുള്ള റിഷ്റയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ചണമില്ല് ആരംഭിച്ചത്. ജൂട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം ഏതാണ്? 1971. ജൂട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം 1971 ആണ്. ഇന്ത്യൻ ജൂട്ട് ഇൻഡസ്ട്രീസ് റിസർച്ച് അസോസിയേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊൽക്കത്ത. ഇന്ത്യൻ ജൂട്ട് ഇൻഡസ്ട്രീസ് റിസർച്ച് അസോസിയേഷൻ സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയിലാണ്. കേന്ദ്ര ചണ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പശ്ചിമ ബംഗാളിലെ ബാരക്പൂർ. കേന്ദ്ര ചണ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലെ ബാരക്പൂരിലാണ്. ഏറ്റവും കൂടുതൽ ചണം കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യൻ തുറമുഖം ഏതാണ്? കൊൽക്കത്ത. പരുത്തി കയറ്റുമതി ചെയ്യുന്നത് മുംബൈയാണ്. അതുപോലെ ഈ ചണം കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യൻ തുറമുഖം കൊൽക്കത്തയുമാണ്. ആധുനിക കമ്പിളി വ്യവസായം ഇന്ത്യയിൽ ആരംഭിച്ചത് എവിടെയാണ്? കാൺപൂരിനടുത്ത് ലാൽ ഇലിമിയിലാണ് 1876 ആധുനിക കമ്പിളി വ്യവസായം ആരംഭിച്ചത്. കമ്പിളി ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ. കമ്പിളി ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാനാണ്. ഏറ്റവും കൂടുതൽ കമ്പിളി യൂണിറ്റുകളുള്ള ഇന്ത്യൻ സംസ്ഥാനം പഞ്ചാബാണ്. ഇന്ത്യയിൽ കമ്പിളി ഉൽപ്പന്നങ്ങളുടെ പ്രധാന കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? പഞ്ചാബിലെ ദാരിവാളും ലുധിയാനയും. ഇന്ത്യയിലെ കമ്പിളി ഉൽപ്പന്നങ്ങളുടെ പ്രധാന കേന്ദ്രങ്ങളാണ് പഞ്ചാബിലെ ദാരിവാളും ലുധിയാനയും. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പട്ടുനൂൽ ഉൽപ്പാദിപ്പിക്കുന്ന രണ്ടാമത്തെ രാജ്യം ഏതാണ്? ഇന്ത്യ. പട്ടുനൂൽ ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനം ചൈനയ്ക്കാണ്, രണ്ടാം സ്ഥാനമാണ് ഇന്ത്യക്ക്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പട്ട് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? കർണാടക. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പട്ട് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കർണാടകയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പട്ടുനൂൽ വ്യവസായം ആരംഭിച്ചത് ഹൗറയിലാണ് 1832. ഇന്ത്യയിലെ ആദ്യത്തെ പട്ടുനൂൽ വ്യവസായം ആരംഭിച്ചത് 1832 ഹൗറയിലാണ്. അസമിൽ മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന പ്രത്യേകതരം സിൽക്ക് ഏതാണ്? മുഗ സിൽക്ക്. അസമിൽ മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന പ്രത്യേകതരം സിൽക്കാണ് മുഗ സിൽക്ക്. സെൻട്രൽ സിൽക്ക് ബോർഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ബംഗളൂരു. സെൻട്രൽ സിൽക്ക് ബോർഡ് സ്ഥിതി ചെയ്യുന്നത് ബംഗളൂരുവിലാണ്. അടുത്ത പഞ്ചസാര വ്യവസായമാണ്. പരുത്തിത്തുണി വ്യവസായം കഴിഞ്ഞാൽ കാർഷിക അടിസ്ഥാനത്തിൽ രണ്ടാം സ്ഥാനമുള്ള വ്യവസായമാണ് പഞ്ചസാര വ്യവസായം. കരിമ്പ് ഉൽപ്പാദനത്തിലും പഞ്ചസാര ഉൽപ്പാദനത്തിലും ലോകത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? രണ്ടാം സ്ഥാനം. കരിമ്പ് ഉൽപ്പാദനത്തിലും പഞ്ചസാര ഉൽപ്പാദനത്തിലും ലോകത്തിൽ രണ്ടാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. മഹാരാഷ്ട്രയിലെ പ്രധാന പഞ്ചസാര ഫാക്ടറികളുള്ള കേന്ദ്രങ്ങൾ ഏതെല്ലാമാണ്? നാസിക്, സാൻഗ്ലി, കോൽഹാപൂർ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഷുഗർ കെയിൻ റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ലക്നൗ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഷുഗർ കെയിൻ റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് ലക്നൌവിലാണ്. നാഷണൽ ഷുഗർ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാൺപൂർ. നാഷണൽ ഷുഗർ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കാൺപൂരിലാണ്. കരിമ്പ് കർഷകർക്ക് വേണ്ടി ഉത്തർപ്രദേശ് സർക്കാർ ആരംഭിച്ച ആപ്ലിക്കേഷൻ ഏതാണ്? ഈ ഗാന ആപ്പ്. അടുത്തതായി പേപ്പർ വ്യവസായമാണ്. ഇന്ത്യയിലെ ആദ്യ പേപ്പർ മില്ല് സ്ഥാപിതമായത് പശ്ചിമ ബംഗാളിലെ സെറാംപൂരിലാണ് 1812.
ഇന്ത്യയിലെ ആദ്യ പേപ്പർ മില്ല് സ്ഥാപിതമായത് എവിടെയാണ്? പശ്ചിമ ബംഗാളിലെ സെറാംപൂറിൽ 1812. ഇന്ത്യയിലെ ആദ്യത്തെ ആധുനിക പേപ്പർ മില്ല് സ്ഥാപിച്ചത് ഈ സെറാംപൂർ തന്നെയാണ്. ഇന്ത്യയിൽ പേപ്പർ ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. ഇന്ത്യയിൽ പേപ്പർ ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. ഏറ്റവും കൂടുതൽ പേപ്പർ മില്ലുകളുള്ള ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഏറ്റവും വലിയ പേപ്പർ മില്ല് മഹാരാഷ്ട്രയിലെ ബെല്ലാർപൂറാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പേപ്പർ മില്ല് മഹാരാഷ്ട്രയിലെ ബെല്ലാർപൂറാണ്. ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ എന്നിവയാണ് പേപ്പർ വ്യവസായത്തിൽ മുന്നിൽ നിൽക്കുന്ന മറ്റ് സംസ്ഥാനങ്ങൾ. നാഷണൽ ന്യൂസ് പ്രിൻ്റ് ആൻഡ് പേപ്പർ മിൽസ് സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലെ നേപ്പ നഗറിലാണ്. നാഷണൽ ന്യൂസ് പ്രിൻ്റ് ആൻഡ് പേപ്പർ മിൽസ് സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലെ നേപ്പ നഗറിലാണ്. ഫോട്ടോ പേപ്പർ, ഫിലിം എന്നിവ നിർമ്മിക്കുന്നത് ഊട്ടി അഥവാ ഉദകമണ്ഡലത്താണ്. ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഏതാണ്? ഇരുമ്പുരുക്ക് വ്യവസായം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഇരുമ്പുരുക്ക് വ്യവസായമാണ്. ഇരുമ്പുരുക്ക് വ്യവസായശാലകൾക്ക് ആവശ്യമായ പ്രധാന അസംസ്കൃത വസ്തുക്കൾ ഏതെല്ലാമാണ്? ഇരുമ്പയിര്, കൽക്കരി, മാംഗനീസ്, ചുണ്ണാമ്പുകല്ല്, ഡോളമൈറ്റ്. ഇന്ത്യയിലെ ഇരുമ്പയിര് നിക്ഷേപങ്ങൾ കൽക്കരിപ്പാടങ്ങൾക്ക് സമീപത്തായി കാണപ്പെടാൻ കാരണം എന്താണ്? ഇരുമ്പുരുക്ക് വ്യവസായത്തിലെ ഒരു പ്രധാന അസംസ്കൃത വസ്തു കൽക്കരി ആയതുകൊണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ആരംഭിച്ചത് 1830 തമിഴ്നാട്ടിലെ പോർട്ടോ നോവയിൽ. 1830 ഇന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ആരംഭിച്ചത്. ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക് ശാലകളും അവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങളുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ടിസ്കോ സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലാണ്. ബൊക്കാറോ ജാർഖണ്ഡിലാണ്. IISCO സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ്. വിശ്വേശ്വരയ്യ സ്റ്റീൽ പ്ലാന്റ് കർണാടകയിലാണ്. വിജയനഗർ സ്റ്റീൽ പ്ലാന്റ് കർണാടകയിലാണ്. ഭിലായി ഉരുക്ക് നിർമ്മാണശാല ഛത്തീസ്ഗഡിലാണ്. ടാറ്റ സ്റ്റീൽ പ്ലാന്റ് ഒഡീഷയിലെ കലിംഗ നഗറിലാണ്. ദൈത്രി സ്റ്റീൽ പ്ലാന്റ് ഒഡീഷയിലെ പാരാദ്വീപിലാണ്. റൂർക്കേല ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഒഡീഷയിലാണ്. ദുർഗാപൂർ പശ്ചിമ ബംഗാളിലാണ്. സേലം സ്റ്റീൽ പ്ലാന്റ് തമിഴ്നാട്ടിലാണ്. വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ് ആന്ധ്രാപ്രദേശിലാണ്. ധോൾവി സ്റ്റീൽ പ്ലാന്റ് മഹാരാഷ്ട്രയിലെ പെൻ എന്ന സ്ഥലത്താണ്. ഇതിൽ പ്രധാനപ്പെട്ടത് ഏതൊക്കെയാണ്? ടിസ്കോ വളരെ പ്രധാനപ്പെട്ടതാണ്, ജാർഖണ്ഡിലാണ്. ബൊക്കാറോ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, അതും ജാർഖണ്ഡിലാണ്. പിന്നെ വിശ്വേശ്വരയ്യ സ്റ്റീൽ പ്ലാന്റ് കർണാടക. ഭിലായി ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഛത്തീസ്ഗഡ്. റൂർക്കേല ഒഡീഷയിലാണ്. ദുർഗാപൂർ പശ്ചിമ ബംഗാളിലാണ്. ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ടവ. ഇന്ത്യയിലെ ആദ്യത്തെ വൻകിട ഇരുമ്പുരുക്ക് കമ്പനി സ്ഥാപിതമായത് എവിടെയാണ്? പശ്ചിമ ബംഗാളിലെ കുൾട്ടിയിൽ 1870. ഇന്ത്യയിലെ ആദ്യത്തെ വൻകിട ഇരുമ്പുരുക്ക് കമ്പനി സ്ഥാപിതമായത് 1870 പശ്ചിമ ബംഗാളിലെ കുൾട്ടിയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏതാണ്? ബൊക്കാറോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ബൊക്കാറോയാണ്. ഇന്ത്യയിലെ ആദ്യ സ്വദേശി സ്റ്റീൽ പ്ലാന്റ് ഏതാണ്? ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ്. ഇന്ത്യയിലെ ആദ്യ സ്വദേശി സ്റ്റീൽ പ്ലാന്റ് ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് ആണ്. ദക്ഷിണ കൊറിയയിലെ പൊഹാങ് സ്റ്റീൽ കമ്പനിയുടെ സഹകരണത്തോടെ ഒഡീഷ ഗവൺമെൻറ് പാരദ്വീപിൽ പണികഴിപ്പിക്കുന്ന സ്റ്റീൽ പ്ലാന്റ് ഏതാണ്? പോസ്കോ സ്റ്റീൽ പ്ലാന്റ്. ഇന്ത്യയിലെ പൊതുമേഖലാ ഇരുമ്പുരുക്ക് നിർമ്മാണശാലകളെ നിയന്ത്രിക്കുന്ന സ്ഥാപനം ഏതാണ്? സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ പൊതുമേഖലാ ഇരുമ്പുരുക്ക് നിർമ്മാണശാലകളെ നിയന്ത്രിക്കുന്ന സ്ഥാപനം സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് സേലം സ്റ്റീൽ പ്ലാന്റിലാണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇരുമ്പുരുക്ക് ശാല സേലം സ്റ്റീൽ പ്ലാന്റ് ആണ്. വിജയനഗർ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഇരുമ്പുരുക്ക് ശാല ഏതാണ്? 1923 സ്ഥാപിതമായ വിശ്വേശ്വരയ്യ ഇരുമ്പുരുക്ക് നിർമ്മാണശാല. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് നിർമ്മാണശാല 1923 കർണാടകയിൽ സ്ഥാപിതമായ വിശ്വേശ്വരയ്യ ഇരുമ്പുരുക്ക് നിർമ്മാണശാലയാണ്. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? കർണാടക. രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നിർമ്മാണ അനുമതി നൽകിയ ഹിന്ദുസ്ഥാൻ ആൻഡ് സ്റ്റീൽ ലിമിറ്റഡിൻ്റെ 3 യൂണിറ്റുകൾ ഏതെല്ലാമാണ്?
ഭിലായ്, റൂർക്കേല, ദുർഗാപൂർ. രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നിർമ്മാണ അനുമതി നൽകിയ ഹിന്ദുസ്ഥാൻ ആൻഡ് സ്റ്റീൽ ലിമിറ്റഡിൻ്റെ 3 യൂണിറ്റുകൾ ഏതൊക്കെയാണ്? ഭിലായ്, റൂർക്കേല, ദുർഗാപൂർ. ഭിലായ് ഉരുക്ക് നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണ്? ഷിയോനാഥ്. ഭിലായ് ഉരുക്ക് നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്ന നദീതീരം ഷിയോനാഥാണ്. കടൽ തീരത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഒരേയൊരു സ്റ്റീൽ പ്ലാന്റ് ഏതാണ്? വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ്. കടൽ തീരത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഒരേയൊരു സ്റ്റീൽ പ്ലാന്റാണ് വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ ഏതെല്ലാമാണ്? ഭിലായ്, റൂർക്കേല, ദുർഗാപൂർ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ ഏതെല്ലാമാണ്? ഭിലായ്, റൂർക്കേല, ദുർഗാപൂർ. ഇന്ത്യയിലെ ഏറ്റവും ലാഭകരമായ പൊതുമേഖലാ സ്റ്റീൽ പ്ലാന്റ് ഏതാണ്? ഭിലായ്. ഇന്ത്യയിലെ ഏറ്റവും ലാഭകരമായ പൊതുമേഖലാ സ്റ്റീൽ പ്ലാന്റാണ് ഭിലായ്. 1964 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ നിലവിൽ വന്ന ഇരുമ്പുരുക്ക് ശാല ഏതാണ്? ബൊക്കാറോ. ബൊക്കാറോ നിലവിൽ വന്ന വർഷം ഏതാണ്? 1964 ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് ബൊക്കാറോ നിലവിൽ വന്നത്? റഷ്യയുടെ സഹായത്തോടു കൂടിയാണ്. ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ജാർഖണ്ഡാണ്. ജാർഖണ്ഡിലാണ് ബൊക്കാറോ സ്ഥിതി ചെയ്യുന്നത്. ഇനി വിദേശ സഹായത്താൽ ഇന്ത്യയിൽ നിർമ്മിച്ച ഇരുമ്പുരുക്ക് നിർമ്മാണശാലകളാണ്. റൂർക്കേല ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടു കൂടി ആരംഭിച്ചതാണ്? ജർമ്മനിയുടെ സഹായത്തോടു കൂടിയാണ് റൂർക്കേല ആരംഭിച്ചത്. റഷ്യയുടെ സഹായത്തോടെ നിർമ്മിച്ച ഇരുമ്പുരുക്ക് നിർമ്മാണശാലകളാണ് ഭിലായ്, വിശാഖപട്ടണം, ബൊക്കാറോ എന്നിവ. റഷ്യയുടെ സഹായത്തോടെ നിർമ്മിച്ച ഇരുമ്പുരുക്ക് നിർമ്മാണശാലകൾ ഏതൊക്കെയാണ്? ഭിലായ്, വിശാഖപട്ടണം, ബൊക്കാറോ. ഇതിൽ ബൊക്കാറോ സ്ഥാപിതമായ വർഷം 1964. ബ്രിട്ടൻ്റെ സഹായത്തോടെ നിർമ്മിച്ച ഇരുമ്പുരുക്ക് നിർമ്മാണശാല 1962 പശ്ചിമ ബംഗാളിൽ സ്ഥാപിച്ച ദുർഗാപൂരാണ്. ബ്രിട്ടൻ്റെ സഹായത്തോടു കൂടി നിർമ്മിച്ച ഇരുമ്പുരുക്ക് നിർമ്മാണശാല 1962 പശ്ചിമ ബംഗാളിൽ സ്ഥാപിച്ച ദുർഗാപൂരാണ്. ഇന്ത്യയിലെ ആദ്യ ആധുനിക ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? ടിസ്കോ. 1907 ജംഷഡ്പൂരിൽ സ്ഥാപിച്ച ടിസ്കോയാണ് ഇന്ത്യയിലെ ആദ്യ ആധുനിക ഇരുമ്പുരുക്ക് വ്യവസായശാല. സുവർണരേഖ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഇരുമ്പുരുക്ക് ശാല ഏതാണ്? ടിസ്കോ. സുവർണരേഖ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഇരുമ്പുരുക്ക് ശാലയാണ് ടിസ്കോ. ടിസ്കോ എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി എന്നാണ്. സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ സ്റ്റീൽ പ്ലാന്റ് ആണ് ടിസ്കോ. സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ സ്റ്റീൽ പ്ലാന്റ് ഏതാണ്? ടിസ്കോ. അടുത്ത എഞ്ചിനീയറിംഗ് വ്യവസായമാണ്. 1958 ഹെവി എഞ്ചിനീയറിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡ് സ്ഥാപിച്ച സ്ഥലം ഏതാണ്? റാഞ്ചി. മെഷീൻ ടൂൾസിൻ്റെ ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സ്ഥാപനം ഏതാണ്? HMT അഥവാ ഹിന്ദുസ്ഥാൻ മെഷീൻ ടൂൾസ്. മെഷീൻ ടൂൾസിൻ്റെ ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്നത് HMT അഥവാ ഹിന്ദുസ്ഥാൻ മെഷീൻ ടൂൾസ് ആണ്. ഈ HMTയുടെ ഒരു ശാഖ കേരളത്തിലുള്ളത് കളമശ്ശേരിയിലാണ്. പിന്നെ ബാംഗ്ലൂരിലുണ്ട്. പിന്നെ മറ്റു പ്രധാന സ്ഥലങ്ങളിൽ ഹൈദരാബാദിലും ശ്രീനഗറിലുമൊക്കെ HMTയുടെ പ്ലാന്റുകൾ നിലവിലുണ്ട്. ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് വർക്ക്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അസൻസോളിലും പശ്ചിമ ബംഗാളിലും. ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് വർക്ക്സ് സ്ഥിതി ചെയ്യുന്നത് അസൻസോളിലും പശ്ചിമ ബംഗാളിലുമാണ്. ഡീസൽ ലോക്കോമോട്ടീവ് വർക്ക്സ് സ്ഥിതി ചെയ്യുന്നത് വാരണാസിയിലാണ്. ഡീസൽ ലോക്കോമോട്ടീവ് വർക്ക്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വാരണാസിയിലാണ്. ടാറ്റ എഞ്ചിനീയറിംഗ് ആൻഡ് ലോക്കോമോട്ടീവ് കമ്പനി സ്ഥാപിതമായത് എവിടെയാണ്? ജംഷഡ്പൂരിലാണ്. ടാറ്റ എഞ്ചിനീയറിംഗ് ആൻഡ് ലോക്കോമോട്ടീവ് കമ്പനിയുടെ നിലവിലെ ആസ്ഥാനം മുംബൈയാണ്. ടാറ്റ എഞ്ചിനീയറിംഗ് ആൻഡ് ലോക്കോമോട്ടീവ് കമ്പനി സ്ഥാപിതമായത് ജംഷഡ്പൂരിലാണെങ്കിലും നിലവിലെ ആസ്ഥാനം മുംബൈയാണ്. ഇന്ത്യൻ റെയിൽവേക്ക് വേണ്ടി ഇലക്ട്രിക് ലോക്കോമോട്ടീവ് വികസിപ്പിക്കുന്നത് ബെൽ എന്ന സ്ഥാപനമാണ്. ബെല്ലിൻ്റെ പൂർണ്ണരൂപം അറിയാവുന്നതാണ്. ഭാരത് ഹെവി ഇലക്ട്രിക്കൽ ലിമിറ്റഡ് എന്നാണ്. വീൽ ആൻഡ് ആക്സിൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ബംഗളൂരു ആണ്. പെരമ്പൂരിലുള്ള ഇൻഡഗൽ കോച്ച് ഫാക്ടറി സ്ഥാപിതമായ വർഷം 1955 ആണ്. കപൂർത്തലയിലുള്ള റെയിൽ കോച്ച് ഫാക്ടറി സ്ഥാപിതമായ വർഷം 1986 ആണ്. കപൂർത്തലയിലെ തന്നെ റെയിൽ കോച്ച് ഫാക്ടറി ആദ്യ കോച്ച് നിർമ്മിച്ച വർഷം 1988 ആണ്. ഇനി വിമാന നിർമ്മാണമാണ്. 1940 ഹിന്ദുസ്ഥാൻ എയർക്രാഫ്റ്റ് ലിമിറ്റഡ് ബാംഗ്ലൂരിലാണ് സ്ഥാപിച്ചത്. 1940 ഹിന്ദുസ്ഥാൻ എയർക്രാഫ്റ്റ് ലിമിറ്റഡ് സ്ഥാപിച്ചത് ബാംഗ്ലൂരിലാണ്. ഈ ഹിന്ദുസ്ഥാൻ എയർക്രാഫ്റ്റ് ലിമിറ്റഡ് പിന്നീട് 1964 എയറോനോട്ടിക് ഇന്ത്യ ലിമിറ്റഡുമായി ചേർന്ന് ഇപ്പോൾ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് എന്നാണ് അറിയപ്പെടുന്നത്.
ഇനി രാസവളമാണ്. ഇന്ത്യയിൽ ആദ്യ രാസവള നിർമ്മാണശാല ആരംഭിച്ച സ്ഥലം തമിഴ്നാട്ടിലെ റാണിപേട്ടിലാണ് 1906. ഇന്ത്യയിലെ ആദ്യ രാസവള നിർമ്മാണശാല ആരംഭിച്ചത് 1906 തമിഴ്നാട്ടിലെ റാണിപേട്ടിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ ഫോസ്ഫേറ്റ് ഫാക്ടറി സ്ഥാപിതമായത് 1906 തമിഴ്നാട്ടിലെ റാണിപേട്ടിലാണ്. ഇന്ത്യയിലെ പൊതുമേഖലയിലെ ആദ്യ രാസവള നിർമ്മാണ കേന്ദ്രം ഏതാണ്? ജാർഖണ്ഡിലെ സിന്ദ്രിയാണ്. 1951 ഇത് നിലവിൽ വന്നത്. ഇന്ത്യയിലെ പൊതുമേഖലയിലുള്ള ആദ്യ രാസവള നിർമ്മാണ കേന്ദ്രമായ സിന്ദ്രി ജാർഖണ്ഡിൽ സ്ഥാപിതമായത് 1951. ഇന്ത്യയിൽ ഏറ്റവും അധികം രാസവളങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്. രാസവളങ്ങൾ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്താണ്. ഏറ്റവും അധികം രാസവളം ഉപയോഗിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം പഞ്ചാബുമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കോൾ ഗ്യാസിഫിക്കേഷൻ ഫെർട്ടിലൈസർ പ്ലാന്റ് നിലവിൽ വരുന്നത് എവിടെയാണ്? ഒഡീഷയിലെ താൽച്ചർ. ഇന്ത്യയിലെ ആദ്യത്തെ കോൾ ഗ്യാസിഫിക്കേഷൻ ഫെർട്ടിലൈസർ പ്ലാന്റ് നിലവിൽ വരുന്നത് ഒഡീഷയിലെ താൽച്ചറിലാണ്. ഇന്ത്യൻ രാസ വ്യവസായത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ആചാര്യ PC റേ. ഇന്ത്യൻ രാസ വ്യവസായത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആചാര്യ PC റേ ആണ്. സിമൻറ്റ് വ്യവസായമാണ് അടുത്തത്. ചൈന കഴിഞ്ഞാൽ ലോകത്തിലെ രണ്ടാമത്തെ വലിയ സിമൻറ്റ് നിർമ്മാണശാല ഇന്ത്യൻ സിമൻറ്റ് ഇൻഡസ്ട്രിയാണ്. ചൈന കഴിഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സിമൻറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻഡസ്ട്രി ഉള്ളത് ഇന്ത്യൻ സിമൻറ്റ് ഇൻഡസ്ട്രിയാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സിമൻറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ആന്ധ്രാപ്രദേശ്, മധ്യപ്രദേശ്, കർണാടക. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സിമൻറ്റ് പ്ലാന്റുകളുള്ള സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? രാജസ്ഥാൻ, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, തമിഴ്നാട്. ഏറ്റവും കൂടുതൽ സിമൻറ്റ് ഉപയോഗിക്കുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സിമൻറ്റ് നിർമ്മാണശാല ആരംഭിച്ചത് എവിടെയാണ്? ചെന്നൈ. ഇന്ത്യയിലെ ആദ്യത്തെ സിമൻറ്റ് നിർമ്മാണശാല ആരംഭിച്ചത് ചെന്നൈയിലാണ്. ഇവിടെ കുറച്ച് അലൂമിനിയം വ്യവസായശാലകളും അവ നിലവിലുള്ള സ്ഥലങ്ങളും കൂടെ കൊടുത്തിട്ടുണ്ട്. അതുകൂടി നോക്കി മനസ്സിലാക്കുക. കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുന്ന മേഖലകൾ അറിയപ്പെടുന്ന പേരെന്താണ്? പ്രത്യേക സാമ്പത്തിക മേഖലകൾ അഥവാ സ്പെഷ്യൽ എക്കണോമിക് സോൺസ്. ഇന്ത്യയിൽ ആദ്യത്തെ സെസ് സ്വതന്ത്ര വ്യാപാര മേഖല ഏതാണ്? ഗുജറാത്തിലെ കാണ്ഡില. ഇന്ത്യയിലെ ആദ്യത്തെ സെസ് സ്വതന്ത്ര വ്യാപാര മേഖല ഗുജറാത്തിലെ കാണ്ഡിലയാണ്. നിലവിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള പ്രത്യേക സാമ്പത്തിക മേഖലകളുടെ എണ്ണം എത്രയാണ്? 7. നിലവിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള പ്രത്യേക സാമ്പത്തിക മേഖലകളുടെ എണ്ണം 7 അവ ഏതൊക്കെയാണ്? കാണ്ഡില, മുംബൈ, നോയിഡ, ചെന്നൈ, കൊച്ചി, ഫാൽത്ത, വിശാഖപട്ടണം എന്നിവയാണ്. മഹാരത്ന സ്കീം നിലവിൽ വന്ന വർഷം ഏതാണ്? 2010. മഹാരത്ന സ്കീം നിലവിൽ വന്ന വർഷം 2010. ഇന്ത്യയിലെ പ്രമുഖ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം വികസിപ്പിക്കാനും ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്താനുമാണ് മഹാരത്ന പദവി നൽകുന്നത്. മഹാരത്ന പദവി ലഭിക്കാനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? നവരത്ന പദവി ഉണ്ടായിരിക്കണം, ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിരിക്കണം, അവസാനത്തെ 3 വർഷത്തെ ശരാശരി വാർഷിക വരുമാനം 25,000 കോടിയിൽ കൂടിയിരിക്കണം. നിലവിൽ ഇന്ത്യയിൽ 10 സ്ഥാപനങ്ങൾക്കാണ് മഹാരത്ന പദവി ഉള്ളത്. ആ സ്ഥാപനങ്ങളുടെ പേരാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അവ ഏതൊക്കെയാണെന്ന് കൂടി വായിച്ച് മനസ്സിലാക്കുക. പ്രധാനപ്പെട്ടത് ONGC പ്രകൃതി വാതക കോർപ്പറേഷനുണ്ട്. അതുപോലെ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡിന് ഈ മഹാരത്ന പദവി ലഭിച്ചതാണ്. കോൾ ഇന്ത്യ ലിമിറ്റഡിന് കിട്ടിയാണ്. ഭാരത് ഹെവി ഇലക്ട്രിക്കൽ ലിമിറ്റഡിന് ഈ പദവി ലഭിച്ചാണ്. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന് മഹാരത്ന പദവി ലഭിച്ചിട്ടുണ്ട്. ഇവയാണ് 10 മഹാരത്ന പദവി ലഭിച്ച 10 വ്യവസായ സ്ഥാപനങ്ങൾ. ഇനി നവരത്ന പദവിയെക്കുറിച്ചാണ്. നവരത്ന സ്കീം നിലവിൽ വന്നത് 1997 നിലവിൽ ഇന്ത്യയിൽ 14 നവരത്ന സ്ഥാപനങ്ങളുണ്ട്. മിനി രത്ന സ്ഥാപനങ്ങളെ 2ആയി തരംതിരിച്ചിട്ടുണ്ട്. മിനി 1 എന്നും മിനി 2 എന്നും. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായി അറിയേണ്ട കാര്യമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഇന്ത്യൻ വ്യവസായങ്ങളുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഇതോടുകൂടി നമ്മുടെ 10th സിലബസിലെ 2ാമത്തെ മൊഡ്യൂൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. 9 ക്ലാസ് കൊണ്ടാണ് നമ്മളിത് പൂർത്തിയാക്കിയിരിക്കുന്നത്. ഈ ക്ലാസ്സുകൾ മുഴുവനും
കൃത്യമായി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ മൊഡ്യൂളിൽ നിന്ന് ചോദിക്കുന്ന 10ൽ 10 മാർക്കും നേടാവുന്നതാണ്. അപ്പോൾ കൂടുതൽ അറിവുകളുമായി അടുത്ത ഒരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്